നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിതീഷ് കുമാർ രാജിവെച്ചു, ഇനി NDA സഖ്യത്തോടൊപ്പം. 9 തവണ ബീഹാർ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച നിതീഷ് കുമാർ രാജിവെച്ചു. ഇനി മുതൽ NDA സഖ്യത്തിനൊപ്പം ചേരും. രാജിക്കത്ത് ഗവർണർക്ക് ഇന്ന് കൈമാറി. ഓപ്പറേഷൻ താമര ബീഹാറിൽ ഉടലെടുക്കുന്നതിന്റെ ഭാഗമായാണ് രാജി എന്നാണ് കേൾക്കുന്നത്. ഇതോടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലെത്തും. അവസരം കിട്ടിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മറുകണ്ഠം ചാടിയെന്നാണ് അഭ്യൂഹങ്ങൾ. JDU BJP സഖ്യമാണ് പുതുതായി ബീഹാറിൽ അധികാരമേൽക്കുന്നത്. സത്യപ്രതിജ്ഞ വൈകിട്ട് 5-ന് നടക്കും. JDയുടെ തകർച്ച മുന്നിൽ കണ്ടാണ് നിതീഷ് കുമാർ BJP-യിൽ ചേക്കേറുന്നത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും ശേഷിക്കുറവ് മുന്നിൽ കണ്ടാണ് നിതീഷ് കുമാർ BJP-യിൽ എത്തുന്നത്. മഹാഗഠബന്ധൻ വീണതോടെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നേടുകയാണ്. നിതീഷ് കുമാർ വീണ്ടും NDA പാളയത്തിലെത്തിയതോടെ BJP ശക്തി വീണ്ടും പ്രാപിക്കുകയാണ്.